കേന്ദ്ര ഇറക്കുമതി നയം കാരണം ബുദ്ധിമുട്ടിലായ റബ്ബർ കർഷകരെ സഹായിക്കുന്ന ഒരു നടപടിയും ഉണ്ടാകുന്നില്ല. ഇങ്ങനെ അവഗണനയും ധനഞെരുക്കവും കേരളത്തെ സമരപാതയിൽ ഇറങ്ങാൻ നിർബന്ധിതമാക്കിയിരിക്കുകയാണ്. മറ്റൊരു പ്രധാന വിഷയം ഗവർണർ പദവിയുമായി ബന്ധപ്പെട്ടതാണ്. ഗവർണർമാർ എങ്ങനെ പ്രവർത്തിക്കരുത് എന്ന് നാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. സംസ്ഥാന നിയമസഭകളെ നോക്കുകുത്തികളാക്കുന്ന സാമ്രാജ്യത്വ കാലത്തെ പ്രസിഡന്റുമാരെ പോലെ പെരുമാറുകയാണ്. ഇതുമൂലം ഫെഡറലിസത്തെയും ജനാധിപത്യത്തെയും സംരക്ഷിക്കാൻ നിയമ പോരാട്ടങ്ങളും ജനകീയ പോരാട്ടങ്ങളും വേണ്ടിവരുന്നു. നിയമസഭ അംഗീകരിച്ച ബില്ലുകൾക്ക് അംഗീകാരം നൽകാതെയും വഴിയിൽ കുത്തിയിരിപ്പ് നടത്തിയുമുള്ള ഗവർണറുടെ പ്രവർത്തനങ്ങൾക്കാണ് കേരളം വേദിയാകുന്നത്. ചാൻസലർ പദവി ഉപയോഗിച്ച് സർവകലാശാലകളുടെ പ്രവർത്തനം പോലും അട്ടിമറിക്കുന്നു. ഭരണഘടനാ മൂല്യങ്ങളുടെ നിരാസമായി ഇത് മാറുകയാണ്. അടിയന്തരാവസ്ഥയുടെ അനുഭവമൊഴിച്ചാൽ ഇത്രയും ഗൗരവമേറിയ വെല്ലുവിളികൾ ഇന്ത്യൻ ഭരണഘടനാ മൂല്യങ്ങൾ നേരിട്ട ചരിത്രമില്ല. അവഗണനയുടെ അനേകം അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും ബദൽ മാർഗങ്ങൾ ഉയർത്തി അതിജീവനത്തിന് കേരളം ശ്രമിക്കുകയാണ്. എന്നാൽ